ഹേ ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ റംസാൻ 4 എന്ത് പെട്ടെന്നാണല്ലേ 4 ആയത്, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എൻ്റെ അത്താഴം സ്റ്റാർട്ട് ചെയ്യാണ് ഞാൻ ഇന്നലെ രാത്രിയിലത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത്. അത് ചൂടാക്കാൻ വെച്ച് പിന്നെ ഡീറ്റോക്സ് വാട്ടറായിട്ട് ഞാൻ ചിയാ സീഡിൻ്റെ വെള്ളം തന്നെയാണ് കേട്ടോ ഇന്ന് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ചിയാ സീഡ് എടുത്തിട്ട് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് കുടിക്കലാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ചു സെറ്റായിരുന്നു. ഞാൻ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ, വേറെ ആരും ഇല്ല. അവരൊക്കെ ഫുഡ് കഴിച്ചിട്ടാണ് കിടക്കാറ്. അപ്പോഴേക്കും ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് സെർവ് ചെയ്തിട്ട് നേരെ ഞാൻ ടേബിളിൽ പോയിരുന്ന്. പിന്നെ എൻ്റെ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഈ മാങ്ങ ഞാൻ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്താഴം കഴിക്കാതാണ് ഞാൻ നോമ്പെടുത്തിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഇന്നാണ് കേട്ടോ കഴിക്കാൻ പറ്റിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെനച്ച മാങ്ങ, പഴുപ്പില്ല പുളിയില്ലാത്തൊരു ഇടത്തരം മാങ്ങയില്ല, അത് കഴിക്കാൻ. അതൊക്കെ കഴിച്ചു. അങ്ങനെ 5:14 അപ്പോൾ നിസ്കരിക്കാൻ ഉള്ളതൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. നിസ്കരിക്കാതിരിക്കാനായിട്ട് മുമ്പ് ഞാൻ വാതിൽ തുറന്നിട്ട് പുറത്തിരുന്ന് വർക്കൗട്ട് ചെയ്തതിൻ്റെ ക്ഷീണം കാലിനൊക്കെ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. 2 കാലും നല്ല മസിൽ പിടിച്ചിട്ടിരിക്കുന്നുണ്ട്. പിന്നെ നല്ല വണ്ടിയുണ്ട്, കാരണം ഇവിടെ അടുത്ത് പൂരം നടക്കുന്നുണ്ട്. അപ്പോൾ പകൽപ്പൂരാണുള്ളത്. അപ്പോൾ അതിന് ആൾക്കാർ പോണതും വരുന്നതിൻ്റെ ഒക്കെ തിരക്കാണ് കേട്ടോ. പ്രകൃതിയൊക്കെ കുറച്ച് നേരം ആസ്വദിച്ചിട്ട് പിന്നെ നിസ്കരിക്കാൻ തുടങ്ങി. നിസ്കരിച്ച് കഴിഞ്ഞപ്പോൾ ഇനി മുതൽ ഹത്ത് ഓതണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഒരു 5 പേജായിട്ട് ഞാൻ ഓതിയിട്ടുള്ളൂ. കുറച്ചാ ഓതാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ എനിക്ക് ഉറക്കം വന്നു. പിന്നെ ഇപ്പോൾ സമയം 6:15 അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടന്ന്. പിന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകണോണ്ടുള്ളതുകൊണ്ട് ഇവാന് ഞാൻ ഈ സാധനം പൊരിച്ചു കൊടുത്തു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടു ഡു ലിസ്റ്റ് ഇതാണ് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് ടിക്ക് ഇടണം. പിന്നെ ഇവിടെ പൂരം നടക്കിയെന്ന് പറഞ്ഞില്ല, അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ഇവാനിന് വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ ഈ 2 ബാങ്കിൾ. പിന്നെ ഞാൻ ഇവാനും കൂടി ലൊഹറൊക്കെ നിസ്കരിച്ചു. പിന്നെ ഇവാനിന് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കര അംഗമായിരുന്നു കേട്ടോ. യെസ് പപ്പാ. നോ പപ്പാ. നോ പപ്പാ. ജോണി ജോണി. Eating sugar. No, Papa. Telling lies. No, Papa. Open your mouth. Very good girl. Johnny, Johnny. ഇനി മതി ജോണി. Johnny, Johnny. മതിടി. Johnny, Johnny. അത് ഉണ്ടാക്കി കൊടുക്കണതിനുള്ള പാട്ടാണ് കേട്ടോ എനിക്ക് പാടിയുന്നത്. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കോൺഫ്ലവർ പൊടി ഇട്ടിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് പിന്നെ പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്ത് അങ്ങനെ അവൾക്കത് കൊടുത്തു. ഉണ്ടാക്കി കൊടുക്കണ വരെ എൻ്റെ അടുത്ത് ഇരുന്നിരുന്നില്ല, ആൾ താഴെ പോയതാണ്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്ക് സ്ലാബിൻ്റെ മേലെ കയറണം എന്നിട്ട് ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ സ്ലാബിൻ്റെ മേലെ കയറ്റിയിരുത്തിയപ്പോൾ ഭയങ്കര ചൂട്. അങ്ങനെ അവളെ പാത്രത്തിലിട്ടിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് ഫാൻ്റെ അടി കൊണ്ടുവച്ചപ്പോൾ സെറ്റായി. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആളതായിട്ട് പോയി. പിന്നെ എൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. എൻ്റെ സാധാ റെസിപ്പി തന്നെ റോബസ്റ്റ് സ്മൂത്തി. അതിൻ്റെ കൂടെ കട്ട് ഫ്രൂട്ടായിട്ട് ഞാനിന്ന് ഇട്ടിട്ടുള്ളത് ആപ്പിളാണ് കേട്ടോ. ഒരു ആപ്പിളിൻ്റെ പകുതിയാണ്. പിന്നെ ഇന്ന് മുട്ടക്കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ ഫിഷ് കറിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സവാള ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് കോക്കനട്ട് മിൽക്കാണ്. പിന്നെ ഇവർക്ക് ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, സേമിയയുടെ. തരിക്കഞ്ഞി ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അത് കഴിഞ്ഞിട്ട് ക്ലീനൊക്കെ ചെയ്ത് പാത്രമൊക്കെ കഴുകാനുള്ള ഞാൻ കഴുകി വെച്ചു. പിന്നെ ഇവാനെ കാണാൻ പോയപ്പോൾ ഇവാനും ഇവിടെ കാർട്ടൂൺ കണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കാർട്ടൂണുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതേപോലെ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇംഗ്ലീഷൊക്കെ അതുപോലെ സംസാരിക്കും, പക്ഷെ നമുക്കൊന്നും മനസ്സിലാവില്ല എന്ന് മാത്രം. അങ്ങനെ വാങ്ങിക്കൊടുത്തു. ഞാൻ നോമ്പ് തുറക്കാണ്. ഒരു ഈത്തപ്പഴമാണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുള്ളത്. പിന്നെ സാധാ ഒരു പ്ലെയിൻ വാട്ടർ, കുറച്ച് തണുപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്മൂത്തി കുടിച്ച്. ഈ സ്മൂത്തി കുടിക്കുന്ന നേരത്തൊന്നും ഇവാനി ഭാഗത്തേക്ക് വരില്ല കേട്ടോ, കാരണം അവൾക്ക് അറിയതിൽ മധുരമില്ല. അതൊക്കെ കഴിഞ്ഞു. മഗ്‌രിബൊക്കെ നിസ്കാരം കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ മാക്സി തുണി എടുത്ത് വന്നു കേട്ടോ. ഞങ്ങൾക്ക് മാക്സി തുണിയുടെയും ചുരിദാർ ബിറ്റിനൊക്കെ ചെറിയൊരു ഷോപ്പല്ല, വീട്ടിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നു. എനിക്ക് എപ്പോൾ മാക്സി തുണി കൊണ്ടുവന്നാലും ഇന്നും കാണാനല്ല, ഭയങ്കര ഇഷ്ടമാണ് തുറക്കാൻ. ഇപ്രാവശ്യം ഇവാനുണ്ട് കേട്ടോ. ഇവാനും മട ബാഗാണ് നോക്കണത്, അതിൽ എന്തുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ 7up ഒരു കുപ്പി കണ്ടു. പിന്നെ ഉമ്മ ഒരു സ്പെഷ്യലായിട്ടൊരു സാധനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ചുരിദാർ ബിറ്റ്. ഈ 2 ബിറ്റാണ് കേട്ടോ. ഓർഡറിനനുസരിച്ചിട്ടേ കൊണ്ടുവരുള്ളൂ. കുറേ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, വീട്ടിലാണല്ലോ. അങ്ങനെ മാക്സി തുണി നമുക്ക് ഇഷ്ടം പോലെ പോവും. കുറേ നല്ല നല്ല ഇതിൻ്റെ കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. ഷോള് മാക്സിയും അങ്ങനെ ഒരുപാട് എനിക്ക് നല്ലത് ഇഷ്ടമായിട്ടുണ്ട്. നല്ല കളേഴ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് ഈ ഒരു മഞ്ഞൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എഗ് യോക്കിൻ്റെ മഞ്ഞ ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. പിന്നെ ഷോള് മാക്സി അജ്രക്കിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി. ഞാൻ എടുക്കൊന്നുമില്ല, പക്ഷേ എനിക്കിത് ഫസ്റ്റ് തന്നെ എനിക്കിതൊക്കെ കാണണം. ചൂട് കൊടുക്കാനെ കണ്ടാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. പിന്നെ ഉമ്മ ഡ്രസ്സ് മാറിയിട്ടില്ല കേട്ടോ. ഏറ്റവും ഭംഗി ഏതാണെന്ന് ചോദിച്ചിട്ട് അതിനനുസരിച്ചിട്ട് ഞങ്ങൾ വിളിച്ച് പറഞ്ഞാൽ അവർ കടയിൽ തന്നെ വീണ്ടും എടുത്തേക്കും. ഈ ഒരു ഷോൾ മാക്സിയുടെ 4 കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ബ്ലൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അതിൽ ഷോളും ഉണ്ട്.
പിന്നെ അപ്പോൾ ഞാൻ ഉമ്മാട് പറയണം കുറച്ചധികം കൂടി എടുക്കായിരുന്നില്ല, പക്ഷേ ക്യാഷ് അത്യാവശ്യം വേണമല്ലോ, ചുരിദാർ ബിറ്റ് എടുക്കണമെങ്കിൽ അത്യാവശ്യം ക്യാഷ് വേണം. പിന്നെ ഞങ്ങൾ മഫ്ത ഷോളുകൾ അങ്ങനെയൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മാക്കൊരു ചുരിദാർ തുണി ഇഷ്ടമായിട്ടുണ്ട്, മാക്സി തുണി തന്നെയാണ് അത്, ഞങ്ങളെ കമ്പനിയിൽ തന്നെ അടിക്കാനുള്ളതാണ്, ഉമ്മാക്ക് തന്നെ അടിക്കാനുള്ളതാണ്. അതിലുള്ള ഷോളും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് ഉമ്മ മെയ്ത്ത് വെച്ച് നോക്കാൻ പോയിട്ടുണ്ട്. പിന്നെ കൊണ്ടുവന്നിട്ടുള്ള എന്താണെന്ന് പറഞ്ഞില്ല, പനന്നൊങ്ങാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷേ അതിൻ്റെ വെള്ളമൊക്കെ ബസ്സിലിരുന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരെണ്ണമാണ് കേട്ടോ കഴിച്ചത്, ഒരെണ്ണത്തിൻ്റെ പകുതി. ഞാൻ ആദ്യം അതിൻ്റെ തൊലികളാണ് കഴിച്ചത്, അത് കുറച്ചൊന്ന് കഴിച്ചായിരുന്നു. പിന്നെ തൊലി കഴിച്ചപ്പോൾ സെറ്റായി. പിന്നെ തറാവി നിസ്കരിച്ചതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിച്ചിട്ടുള്ളത്. 2 ചപ്പാത്തിയും 1 എഗ്ഗും. അങ്ങനെ ഞാൻ 11 മണിക്കുള്ള വർക്കൗട്ട് ചെയ്തു. വർക്കൗട്ട് ഒന്നായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫുഡ് പിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.